ചരക്ക് സേവന നികുതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ധനമന്ത്രിമാരുടെ സമിതിയുടെ അധ്യക്ഷനായി കെ.എം. മാണിയെ നിയമിച്ചു. ഇത് സംബന്ധിച്ച് സംസ്ഥാന ധനമന്ത്രിമാർക്കിടയിൽ പൊതുസമവായമുണ്ടായതായി ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ബാർക്കോഴ കേസിലെ ആരോപണങ്ങൾ കണക്കിലെടുക്കാതെയാണ് കെ.എം. മാണിയെ ചരക്കു സേവന നികുതി നടപ്പാക്കാനുള്ള ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷനായി കേന്ദ്ര സർക്കാർ നിയമിച്ചത്. പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനായി സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം കഴിഞ്ഞ 20-ാം തീയതി ചേർന്നിരുന്നു. 14 ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും സംസ്ഥാന ബജറ്റ് സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ ചിലർ അസൗകര്യം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ തീരുമാനം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് വിടുകയായിരുന്നു. കെ.എം. മാണിക്ക് പുറമെ ബംഗാൾ ധനമന്ത്രി അമിത് മിശ്രയെയും ഗുജറാത്ത് ധനമന്ത്രി സൗരഭ് പട്ടേലിനെയും പരിഗണിച്ചെങ്കിലും ധനമന്ത്രി എന്ന നിലയിലുള്ള ഏറെക്കാലത്തെ പ്രവർത്തന പരിചയമാണ് മാണിക്ക് ഗുണകരമായതെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു. സംസ്ഥാനങ്ങളുമായി നടത്തിയ ചർച്ചയിൽ പൊതുസമവായം ഉണ്ടായതിനെ തുടർന്നാണ് മാണിയെ അധ്യക്ഷനായി നിയമിക്കാനുള്ള തീരുമാനം. ചരക്ക് സേവന നികുതിയെ വിവിധ സംസ്ഥാനങ്ങൾ എതിർക്കുന്ന സാഹചര്യത്തിൽ സമവായം ലക്ഷ്യമിട്ടാണ് BJP ഇതര പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിയെ നിയമിച്ചത്. 2016 ഏപ്രിൽ 1 മുതൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരും. ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സായാലും 15 നിയമസഭകളുടെ അംഗീകാരം ലഭിച്ചാലേ നിയമമാകൂ. റിപ്പോർട്ടർ, ദില്ലി.